മലയാളികൾക്ക് സുപരിചിതയാണ് അഭയ ഹിരൺമയി. തൻ്റെ വേറിട്ട ശബ്ദം കൊണ്ടും ആലാപന മികവ് കൊണ്ടും ഒരുപാട് ആരാധകരെ നേടിയിട്ടുണ്ട് അഭയ ഹിരൺമയി. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടയ വാലിബാനിലെ അഭയയുടെ പാട്ട് വലിയ ഹിറ്റായി മാറിയിരുന്നു. സ്റ്റേജ് ഷോകളിലെയും നിറസാന്നിധ്യമാണ് അഭയ ഹിരൺമയി. സോഷ്യൽ മീഡിയയിലെയും മിന്നും താരമാണ് അഭയ. സംഗീതത്തിനു പുറമെ മോഡലിംഗിലും അഭയയ്ക്ക് താല്പര്യമുണ്ട്. അഭയയുടെ ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. തൻ്റെ പാട്ടും ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളുമെല്ലാം അഭയ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി നിരന്തരം പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള സൈബർ ആക്രമണങ്ങളും അഭയ നേരിടാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഏതൊരു പെൺകുട്ടിക്കും ഞരമ്പന്മാരുടെ ശല്യം നേരിടേണ്ടി വരാറുണ്ട്. സെലിബ്രിറ്റികൾക്ക് നേരിടേണ്ടി വരുന്ന മോശം അനുഭവങ്ങൾക്കും നെഗറ്റീവ് കമൻറ്റുകൾക്കുമാണേൽ ഒരു കണക്കുമില്ല. ഇപ്പോഴിതാ തൻ്റെ പോസ്റ്റിൽ മോശം കമൻറ്റുമായി വന്നൊരാൾക്ക് അഭയ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. തൻ്റെ പാട്ടിൻ്റെ വീഡിയോ പങ്കുവച്ചിരുന്നു അഭയ. പിന്നാലെ ഒരാൾ താരത്തിനെതിരെ മോശം കമൻറ്റുമായി എത്തുകയായിരുന്നു. ഇയാളുടെ കമൻറ്റ് സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഭയയുടെ പ്രതികരണം. പിന്നാലെ പ്രൊഫൈലും പങ്കുവയ്ക്കുന്നുണ്ട് അഭയ. താരത്തിൻ്റെ പ്രതികരണം കലക്കിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇത്തരം ഞരമ്പു രോഗികളെ നേരിടാൻ ഇത് തന്നെയാണ് വഴിയെന്നും അവർ പറയുന്നു. കമൻറ്റ് ഇടാൻ ആശയദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ലൈംഗിക ദാരിദ്ര്യം കാരണം ബാക്കിയുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ഛർദ്ദിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും പുച്ഛം മാത്രം. നിങ്ങൾ ഛർദ്ദിച്ചോ, ഛർദ്ദിച്ചു പോയി ചത്തോ, അതാണ് നിന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും നല്ലത്. കഷ്ടം എന്നാണ് കമൻറ്റ് പങ്കുവെച്ച് കൊണ്ട് അഭയ പറഞ്ഞിരിക്കുന്നത്. നാട്ടിൽ ഉള്ള സ്ത്രീകൾ കാൽ അകത്ത് വെക്കണം എന്നാണ് അദ്ദേഹം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞത്. ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അമ്മയോടോ പെങ്ങളോടോ ഒന്ന് പറയുമോ മകൻ്റെ ആ മാനസികാവസ്ഥ എന്നാണ് പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് അഭയയുടെ പ്രതികരണം. അതേസമയം സോഷ്യൽ മീഡിയ ഗോപി സുന്ദറുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ പേരിൽ അഭയയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. താരം പങ്കുവയ്ക്കുന്ന എല്ലാ വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും താഴെ ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ കാണാം. അതേസമയം ഗോപി സുന്ദറിനെ ഉപേക്ഷിച്ച ശേഷം അഭയ കൂടുതൽ സന്തോഷവതിയായി കാണുന്നുവെന്നും ചിലർ പറയുന്നുണ്ട്. അത്തരത്തിലൊരു കമൻറ്റിന് അഭയ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു. ഇപ്പോൾ നിന്നെ കാണാൻ കൂടുതൽ സന്തോഷവതിയായി തോന്നുന്നുവെന്ന് ആളുകൾ പറയുമ്പോൾ എനിക്കുണ്ടായിരുന്നു ജീവിതം, നിങ്ങൾ കണ്ടിട്ടേയില്ല. ഞാൻ എല്ലായ്പ്പോഴും സന്തോഷവതിയായ കുട്ടിയായിരുന്നു. എൻ്റെ അമ്മ പറയും പോലെ എന്ത് സംഭവിച്ചാലും അവൾ ഹാപ്പിയാണ്. എനിക്കും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സന്തോഷം ഒരിക്കലും ആരെയും ആശ്രയിച്ചിട്ടുള്ളതായിരുന്നില്ല, അഭയ പറയുന്നു. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെല്ലാവരെയും പോലെ എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ യാതൊരു കുറ്റബോധവുമില്ല. ജീവിതം എന്നും പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തെറ്റുകൾ വരുത്തുക, അതിൽ നിന്നും പഠിക്കുക, അടുത്ത തെറ്റ് വരുത്തുക, അതിൽ നിന്നും പഠിക്കുക. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പ്രസൻ്റായിരിക്കുക. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുക. നിങ്ങൾക്ക് എൻ്റെ റോസാപ്പൂക്കൾ എന്നു പറഞ്ഞാണ് അഭയ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.